ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വേറൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റാർ മേക്കറിൽ തന്നെ വന്നിട്ടുള്ള ഒരു പുതിയ ഗെയിമിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഡ്രീം വർക്ക് എന്ന് പറയുന്ന ഒരു ഗെയിമിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതിനായിട്ട് നമ്മൾ സ്റ്റാർ മേക്കർ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യാണ്. നമുക്ക് ഈ ഗെയിമിൻ്റെ സ്റ്റാർ മേക്കർ ഓൾഡ് വെർഷനിലും ലഭ്യമാണ്, സ്റ്റാർ മേക്കർ അപ്ഡേറ്റ് വെർഷനിലും ലഭ്യമാണ്. ഏത് വെർഷനിലായാലും നമുക്ക് ഈ ഗെയിം ലഭിക്കുന്നതാണ്. അതിനായിട്ട് ഞാൻ സ്റ്റാർ മേക്കർ ആപ്പ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ പേജിലേക്ക് പോവാം. പ്രൊഫൈൽ പേജിലേക്ക് പോകുമ്പോൾ താഴെ കാണാം ഡ്രാഫ്റ്റ്സ്, സോങ്സ്, ഡെയിലി ടാസ്ക്, നോബിൾ, ബാച്ച്, റീചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻ കാണാം. അതിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഗെയിം എന്നൊരു ഓപ്ഷൻ കാണാം. ഇതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫാമിലി ചാറ്റ് ബോക്സിൽ നമുക്ക് അവിടെ ടോപ്പ് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബാറ്റിൽ തുടങ്ങിയ ടൈമാണെങ്കിൽ ബാറ്റിലായിരിക്കും കാണുക, അല്ലെങ്കിൽ ഡ്രീം വർക്കിനെ പറ്റിയിട്ട് അവിടെ കാണാറുണ്ട്. അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പേജിൽ പോയിട്ട് എടുക്കാം. ഇങ്ങനെ തുറന്നു വരുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സ്ക്രീനായിട്ട് വരിക. ഇതിൽ കണ്ടോ, ക്യാൻസൽ, പെർഫോം, ട്രെയിൻ, കമ്പനി, മാനേജർ. ഞാനവിടെ ഒരു ID സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ റിവാർഡ് ഉണ്ട്, നമുക്ക് റാങ്കിങ് നോക്കാൻ പറ്റും. പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ന്യൂസുകൾ താഴെ വരും. നമ്മൾ ഏതൊക്കെ ID സൈൻ ചെയ്തിട്ടുണ്ട്, നമ്മളെ ആരൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാണാൻ സാധിക്കും. ഞാനവിടെ സൈൻ സിംഗർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം കമ്പനി, അതർ, ഫ്രണ്ട് എന്ന് കാണാം. സെയിം കമ്പനി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി, നമ്മൾ ഏത് ഫാമിലിയിലാണോ ആ ഫാമിലിയിലെ മെമ്പേഴ്സ്, നമ്മൾ ഫോളോ ചെയ്തവരും ഫോളോ ചെയ്യാത്തവരുമായിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും സെയിം കമ്പനിയിൽ. അതർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോളോയിങ് ചെയ്യാത്ത മറ്റ് ഫാമിലിയിലെ ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇതാണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ IDയിലെ ആരെയാണോ ഫോളോ ചെയ്തിട്ടുള്ളത് അവരുടെ ഡീറ്റെയിൽസ് കാണാം. അവരുടെ സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ നേരെ കൊടുത്തിട്ടുണ്ട്. സെയിം കമ്പനി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സ്. ഇത് നമ്മൾ ഫോളോ ചെയ്തവരാവണമെന്നില്ല, നമ്മൾ അൺഫോളോ ചെയ്തവരാവും, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാത്തവരാവും. ഇപ്പോൾ ന്യൂ ആയിട്ട് ഫാമിലിയിലേക്ക് വന്നവരുടെയും എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമുക്ക് ഈ സെയിം കമ്പനിയിൽ നമുക്കുണ്ടാവും. എല്ലാവരുടെ ഡീറ്റെയിൽസ് അല്ല, എല്ലാവരുടെയും നേരെ സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ടാവും. ഞാനിപ്പോൾ ഫസ്റ്റ് കാണുന്ന ഒരു ID എടുക്കുകയാണ്, ഷിജോവാവ. ഇതിൽ ചോദിക്കുന്നുണ്ട്, ആർ യു ഷുവർ യു വാണ്ട് ടു പേ ദിസ് എമൗണ്ട് ടു സൈൻ ഷിജോവാവ ടു ബി യുവർ സിംഗർ. ഞാൻ ഓക്കെ കൊടുക്കുമ്പോൾ കണ്ടോ, യു ഡോണ്ട് ഹാവ് ഇനഫ് ക്യാഷ്. നമ്മൾ ടോപ്പ് റൈറ്റിൽ നമുക്ക് നോക്കിയാൽ കാണാം, നമുക്ക് ഇതിൽ പറയുന്ന അത്രയും ക്യാഷ് നമ്മുടെ ഈ IDയിലില്ല. അത് കാരണം കൊണ്ട് നമുക്ക് ആ പറഞ്ഞ ID നമുക്ക് എന്തായാലും സൈൻ ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നോക്കിയിട്ട് മാത്രമേ നമുക്ക് സൈൻ ഓപ്ഷൻ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ താഴെ പോയി സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷിനനുസരിച്ച് ക്യാഷ് ടോപ്പ് റൈറ്റ് സൈഡിൽ കാണാം. അതിനനുസരിച്ചിട്ടുള്ള ഒരു ID മാത്രമേ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റൂ. ഹരിശ്രീ 3 ഒരു ID ഞാനിവിടെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. അങ്ങനെ വരുമ്പോൾ ക്യാൻസൽ, പെർഫോം, ട്രെയിൻ എന്നൊരു 3 ഓപ്ഷൻ കാണാം. ഇനി നമുക്ക് സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സൈൻ സിംഗർ. നമ്മുടെ കയ്യിലുള്ള ക്യാഷിനനുസരിച്ച് നമുക്ക് ഇനിയും എത്ര ID വേണമെങ്കിലും സൈൻ ചെയ്യാം. ഞാനിപ്പോൾ 2 ID ആണ് ഞാൻ സൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതാണ് ലെഫ്റ്റ് സൈഡിൽ കണ്ടത് 2/4 എന്ന് കാണുന്നത്. പെർഫോം ചെയ്തിരിക്കുകയാണ്. ഇനി വരുന്നതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്, ഫ്രീ ട്രെയിനിങ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, എമൗണ്ട് റേസ് ആയിട്ടിരിക്കുന്നത് കാണാം. നമ്മുടെ പെർഫോം ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ടാസ്കിലുള്ളൊരു സംഭവമാണ്. അതിൽ നമ്മൾ ഡെയിലി ടാസ്ക് എടുത്താൽ തന്നെ അറിയാം, പെർഫോം ഓപ്ഷൻ ഉണ്ട്, പെർഫോം ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള ഒരു IDയിൽ നമ്മൾ കൊണ്ടുപോയി പെർഫോം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ആയി, നമുക്ക് ഡ്രീം വർക്കും നമ്മുടെ കംപ്ലീറ്റ് ആയി. ഏതായാലും പെർഫോം ചെയ്യാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ ട്രെയിനിങ് ചെയ്തേ പറ്റൂ, ഏതായാലും ഇവിടെ എന്തല്ല, അപ്പോൾ നമുക്ക് അതും കൂടി ചെയ്യാം. പിന്നെ വരുന്നതാണ് റിവാർഡ് ഓപ്ഷൻ. കണ്ടോ, അസറ്റ്സ് ഗ്രേറ്റർ ദാൻ 20,000, ഗ്രേറ്റർ ദാൻ 30,000, ഗ്രേറ്റർ ദാൻ 50,000 ആൻഡ് സോ ഓൺ. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് സിംഗേഴ്സ്, നമ്മൾ സൈൻ ചെയ്ത IDകൾ നമ്മൾ 2 ആണ്. പിന്നെ കാണാം ഹയസ്റ്റ് അസറ്റ്. അസറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ അസറ്റ് നമുക്ക് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇതിലുള്ള ഗിഫ്റ്റ് ഓപ്പൺ ആവും മീൻസ് റിസീവ് ചെയ്യാൻ പാകത്തിനാവും. എനിക്കിത് ഇത്രയും ഗിഫ്റ്റ്സ് റിസീവ് ചെയ്യാൻ എനിക്കിവിടെ സാധിക്കും. കാരണം എൻ്റെ അസറ്റ് ഇവിടെ ഇത്രയും ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിത്
അതിന് നേരെ വരുന്ന ഓരോ ഗിഫ്റ്റുകളും നമുക്ക് റിസീവ് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതേ ഒരു ഗിഫ്റ്റ് റിസീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നേ ഗിഫ്റ്റ് റിസീവ്ഡ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ താഴെ റിസീവ്ഡ് എന്ന് കാണും. റിസീവ് ചെയ്യാത്ത ഗിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് റിസീവ് എന്ന് കാണാം. ഞാൻ ഇപ്പോൾ ഗിഫ്റ്റ് റിസീവ് ചെയ്യാണ്. ഈ റിസീവ് ചെയ്ത ഗിഫ്റ്റൊക്കെ എവിടെയാണ് കാണുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഗിഫ്റ്റ് ബോക്സിലെ ബാഗേജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ ഗിഫ്റ്റൊക്കെ. ഇത് റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സ് മാക്സിമം 10 മിനിറ്റ്സ് വേണ്ട, ഒരു 1 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തും. പിന്നെ റേഞ്ച് പ്രോബ്ലം അതൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗേജിൽ കാണാൻ സാധിക്കും. ഇനി വരുന്നതാണ് ഇതാ ക്യാൻസൽ. ഞാൻ ക്യാൻസൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ID നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. സൈൻ കോൺട്രാക്റ്റ്, അത് നമുക്ക് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ക്യാൻസൽ നൗ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായി, നമ്മളിതേ സൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ID ഞാനിതേ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ ഒരു ID മാത്രമേ ഇനി ഞാൻ സൈൻ ചെയ്തിട്ടുള്ളൂ. അത് നമുക്ക് ന്യൂസായിട്ടും വരും. നമ്മൾ ടെർമിനേറ്റഡ്, നമ്മൾ ഹരിശ്രീ 3 വാസ് ടെർമിനേറ്റഡ് ബൈ യു. പിന്നെ അതിൽ ക്യാഷ് ചേഞ്ച് ആയിട്ടില്ല, ക്യാഷിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഈ ന്യൂസിൽ പറയും അവർ. ഇപ്പം ഞാൻ ഈ IDയിൽ ആകെ ഒരു ID മാത്രമേ ഞാൻ സൈൻ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് സൈൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ അവിടെയുള്ള എത്ര നമുക്ക് ക്യാഷ് ഉണ്ടോ നമ്മുടെ IDയിൽ ക്യാഷ് എമൗണ്ട് കാണിക്കും. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓരോ IDയുടെ നേരെ എടുത്ത് നോക്കി സൈൻ കോൺട്രാക്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റാർ മേക്കർ തന്നെ പറയും ഈ ID നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ സാധിക്കില്ല, കാരണം നിങ്ങളുടെ കയ്യിൽ അത്രയും എമൗണ്ട് ഇല്ല എന്ന് പറയും. പറ്റുന്ന ഇതാണെങ്കിൽ അത് പറയും സൈൻ കോൺട്രാക്ട് ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറയും. ഇനി നമുക്ക് ഗിഫ്റ്റ് എങ്ങനെ കിട്ടാൻ നോക്കാം. നമ്മൾ നേരെ പോയിട്ട് ഏതെങ്കിലും ഒരു സോങ്ങിൽ എടുക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു സോങ് തന്നെയാണ് എടുത്തേക്കുന്നത്. അതിൽ ബാഗേജ് എന്നൊരു ഓപ്ഷൻ കാണാം. ഗിഫ്റ്റിൻ്റെ അപ്പുറത്ത് ബാഗേജ് ഉണ്ട്. ആ ബാഗേജിലായിരിക്കും നമ്മൾ ഈ ഗെയിം കളിച്ചിട്ട് കിട്ടുന്ന റിവാർഡ്, അല്ലെങ്കിൽ ഗെയിം കളിച്ചിട്ട് കിട്ടിയ ഗിഫ്റ്റ് നമുക്ക് ഈ ബാഗേജിലായിരിക്കും കാണാൻ സാധിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഗിഫ്റ്റ് വന്നിട്ടുള്ളൂ. റേഞ്ച് പ്രോബ്ലം ആയ കാരണം കൊണ്ടായിരിക്കും. ജസ്റ്റൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് വീണ്ടും ബാഗേജൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി. ഇനി വരുന്നതാണ്, ഇനി ഡെയിലി ടാസ്കിൽ നമുക്ക് ലെറ്റ് യുവർ സിംഗർ പെർഫോംസ് ഇൻ ഡ്രീം വർക്ക് എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു ഡെയിലി ടാസ്കും കൂടിയാണ്. പെർഫോം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഡെയിലി ടാസ്കിലും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ചെയ്യുമ്പോൾ ഡെയിലി ടാസ്കും കൂടി കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ ഗെയിം കളിക്കുന്നത് കൂടി നമ്മുടെ ഡെയിലി ടാസ്കും കൂടി കംപ്ലീറ്റ് ആവും എന്നാണ് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.